നാമത്തിലെ വന്ദനം ചെയ്യുന്നു. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ ശുശ്രൂഷയിൽ ആയിരിക്കുന്നത്. ദൈവമായ കർത്താവെ നമുക്കൊരുക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ക്രമീകരണങ്ങൾക്കായിട്ടും സംവിധാനങ്ങൾക്കായിട്ടും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ കൈയുടെ സകല പ്രവൃത്തികളിലും അനുഗ്രഹിച്ച് നമ്മുടെ കൈയുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തന്നെ നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലളിതാത്രാത്വത്തിലെ കുടുംബം എനിക്കും വളരെ സന്തോഷമുള്ള ഒരു കുടുംബമാണ്. ഞാനും ചില വർഷങ്ങളിൽ ഉള്ള സഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ ദൈവത്തിലേക്ക് അവസരം നൽകി. ആ സമയത്ത് ഈ ഭവനങ്ങളെല്ലാം അധികമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് എനിക്കിടയായിട്ടുണ്ട്. പിടികേട്ട് സമർപ്പിച്ച് ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ സ്നേഹിക്കുന്ന തീരുമാനത്തോടുകൂടി എല്ലാവരെയും ദൈവം ആദരിച്ചിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. എനിക്കത്തെ ഞാൻ ഭൂമിയെ വിളിച്ചപേക്ഷിച്ചു, ഉത്തരപടി എന്നെ വിശാന്ത സ്ഥലത്താക്കി എന്ന് ഇന്ന് നമുക്ക് പറയുവാൻ കുടുംബത്തിന് ദൈവം സ്തുതിക്കുന്നു. നമ്മളൊക്കെ ചിലപ്പോൾ ചില സാഹചര്യങ്ങളായിട്ട് യൂസ്ഡായി പോകുന്നത് ഇത്രയും എനിക്ക് മതി. ആദ്യമൊക്കെ കാലങ്ങളിലൊരു കല്യാണം കഴിച്ച് വന്നപ്പോൾ ഒരു ഭവനത്തെ ആഗ്രഹിച്ചപ്പോൾ നമ്മളെ ഒരു മിനിമം പരിപാടിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഒരു മുറിയും ഒരു അടുക്കളയും. ഇങ്ങനെ നമ്മളവിടെ പാർത്ത് സന്തോഷമായിരുന്നു. അങ്ങനെ പാർത്തരൊക്കെ ഇവിടെ ഇരിപ്പോൾ പിന്നെ രണ്ടു പിള്ളേരൊക്കെ വിളിച്ചു. അങ്ങനെയൊക്കെയായി. പിന്നെ അതുകൊണ്ട് പോരാ, നമുക്കല്ല ദൈവത്തിന് എന്ന് ഭാവിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദി. പിന്നെ നാളുകളിൽ ദിവസത്തിൽ വളരെ ഭാരങ്ങൾ, കഷ്ടങ്ങൾ, വേദനകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടെങ്കിലും വലിയനായ ദൈവം അതിൽ നിന്നൊക്കെ ദൈവം ഒരു സമാധാനം, സന്തോഷം തന്ന ആനുഗ്രഹികമായ ഒരു ഭവനം ഇപ്പം ഇവിടെ വരയ്ക്ക് ദൈവം തന്നു ഓർമ്മ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭവനം ദൈവത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമായി തീരുവാൻ, മലമേരിക്കുന്ന പട്ടണം പോലെ ഭവനം ശോഭിക്കുവാൻ ദൈവങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. അനേകർക്ക് ആശ്വാസം പകരുന്ന ഒരു ഭവനമായി ദൈവത്തിൻ്റെ ശലോമോന്റെ ആലയത്തിൽ തേജസ് ഇറങ്ങിയതുപോലെ ആ ദൈവത്തിൻ്റെ ഈ ഭവനത്തിലും ആ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുവാൻ, ദൈവത്തിന് വലിയ അനുഗ്രഹവും ഇവിടെ പകരുവാൻ, അനേക വന്ന ആശ്വാസം പ്രാപിപ്പാൻ, ദൈവത്തെ ഹാലുരെ കാണുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാനൊക്കെ ഈ ഭവനോട് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കടന്നു വന്ന് ഏതു സമയവും കടന്നു വന്ന് പ്രാർത്ഥിപ്പാനും സന്തോഷിപ്പാനൊക്കെ ഈ ഭവനം ഞങ്ങൾ അതിനായി തുറന്നു വരികയാണ്. ഭവനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കേണ്ടത് ദൈവമക്കളുടെ പ്രാർത്ഥന വീണ്ടും ഞങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് ദൈവസ്ഥലത്തിൽ താണിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇങ്ങനൊരു അവസരം ദൈവം നൽകിയതോർത്ത് ദൈവത്തിന് സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു ഭവനം പണിയുമെന്നും ഒന്നും ചിന്തിച്ചതല്ല, എന്നാലും ദൈവം ഇത്രത്തോളം സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാം മാനവ മഹത്വം ദൈവത്തെ അർപ്പിക്കുന്നു. ഇത്രത്തോളം പ്രാർത്ഥിച്ച് സഹായിച്ച എല്ലാവരോടും ഇവിടെ നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും നന്ദി അറിയിച്ചതിൽ പറയുന്നത് നിങ്ങളെ സഹായിക്കുവാണ്. കടന്നിരിക്കുന്ന കർത്താവിന്റെ വിശുദ്ധദാസന്മാർ, എല്ലാ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ, മാതാപിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ദേശനിവാസികൾ എല്ലാവരെയും ഓർക്കാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ധാരാളം പ്രിയപ്പെട്ടവർ കടന്നു വരാനുണ്ട്, കടന്നു വന്നവരുണ്ട്. കലുമല ദൈവസഭയുടെ ബന്ധത്തിൽ സീനിയർ പാസ്റ്റേഴ്സ് ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രത്യേകമായും നമ്മുടെ ചർച്ചിൻ്റെ മുൻ ശുശ്രൂഷകളായിരുന്ന ദേവദാസന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം. നിങ്ങളെ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും കടത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിദാസൻ സ്തോത്രം പാസ്റ്ററിന്റെ രാജ്ഞോട്ട് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ദേവദാസൻ ഓർപ്പിച്ചതുപോലെ ഇവിടെ ശുശ്രൂഷനായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ എനിക്ക് യഥാർത്ഥമായി ഞങ്ങളെ അച്ചായൻ രോഗശൈലിയിൽ കിടക്കുന്ന സമയത്ത് ആണ് കർത്താവിൻ്റെ ദാസൻ ഇവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ദേവദാസനെ എനിക്ക് യഥാർത്ഥമായി സ്തോത്രം മനസ്സിലാക്കുവാനും പരിചയപ്പെടുവാനും ഒക്കെ ഇടയായി തീർന്നിട്ടുള്ളത്. മറ്റു ദേവദാസന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്, അറിയാമെങ്കിൽ തന്നെ ഈ ചർച്ചിന്റെ ബന്ധത്തിൽ വന്ന ശേഷം മാത്രമാണ് ഇങ്ങനെ എല്ലാവരുമായി പരിചയവും സ്നേഹവും ബന്ധവും ഒക്കെ എനിക്കറിയാം ഞങ്ങളുള്ള സ്നേഹത്തിലാണ് നിങ്ങൾ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ എല്ലാവരും വന്നത്. ഒത്തിരി ബുദ്ധിമുട്ടി, ഒത്തിരി
ഒത്തിരി കഷ്ടം സഹിച്ചൊക്കെ വന്നത്. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ആരെയും പ്രത്യേകമായി ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ അയൽവാസിയായിരിക്കുന്ന അമ്മോസ് പാസ്റ്ററുണ്ട്, സ്തോത്രം. എൻ്റെ വിശ്വാസിയാണ് ഇവിടെ ഇരിക്കുന്ന ബാബു തോമസ്. അദ്ദേഹം കർത്താവിൻ്റെ വേലയിലാണ് ഇപ്പോൾ. ധാരാളം ദിവസന്മാരുണ്ട്, പലരും നീ കടന്നു വരാനുണ്ട്. എല്ലാവർക്കും സമയം നമുക്ക് കൊടുക്കാൻ പറ്റത്തുമില്ല. അതിൽ ഇന്ന് പല പ്രിയപ്പെട്ടവരും വെക്കേഷൻ വന്നവരുണ്ട്. എൻ്റെ സഹോദരിമായ സ്തോത്രം സഹോദരിമാർ, ഇന്ന് ശിവയുടെ സഹോദരിമാർ കുടുംബം പ്രിയ ഭോപ്പാലിൽ നിന്ന് പ്രിയ സ്തോത്രം സുനിതയും പ്രിയ രഞ്ജിയും കടന്നു വേണ്ടയായി ഒരു കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരാണ്. സ്തോത്രം. അവർ ഗുജറാത്തിൽ നിന്ന് പ്രിയ അനീതി അനൂപ് കടന്നൂർ വണ്ടയായി ചേർന്നു. അവര് വേറെ 2 സഹോദരിമാരുണ്ട്, അവരൊന്നും വന്നിട്ടില്ല. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നതിൻ്റെ പെങ്ങള് കുടുംബങ്ങളുണ്ട്, ഗോത്രയുള്ള ചിന്നമാമ കുടുംബമുണ്ട്, അതുപോലെ മൂത്ത പെങ്ങളുടെ കുടുംബം, അവരെല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇവർ കുമ്പനാട്ടിൽ നിന്ന് പ്രിയ ശിവയുടെ പപ്പയുടെ ബന്ധത്തിൽ വന്ന് പല പ്രിയപ്പെട്ടവരുമുണ്ട്. ദേവദാസൻ സണ്ണി പാസ്റ്റർ, അദ്ദേഹത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. അല്ലെങ്കിൽ ദീർഘനാളുകളിൽ ഈ വളമ്പ സഭയെ ശുശ്രൂഷ ദേവദാസൻ സണ്ണി പാസ്റ്ററെ ഓർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. വളമ്പ സഭയുടെ പ്രിയപ്പെട്ടവർ, കവിയൂർ ദൈവസഭയിലുള്ളവർ, അതുപോലെ മറ്റ് നമ്മുടെ കല്ലുമല ബന്ധത്തിൽ ഒക്കെ വന്ന പല പ്രിയപ്പെട്ടവരുമുണ്ട്. നമ്മുടെ ബന്ധത്തിൽ വന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്കറിയാം ഓരോരുത്തരെയും പറഞ്ഞാൽ അതൊക്കെ വിട്ടുപോകും. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കാതെ സ്തോത്രം. എൻ്റെ ചില കാര്യങ്ങൾ, അനുഭവങ്ങൾ എനിക്കൊന്നും പറയാനില്ല. ഇതൊന്നും വലിയ വിഷയമൊന്നുമല്ല. ഇതൊന്നും നമ്മൾ നിഗളിക്കുകയോ അഹങ്കരിക്കുകയോ പുകഴാനോ ഒന്നുമില്ല. ഇതെല്ലാം താൽക്കാലികമാണ്. ഇതെല്ലാം പൊടിഞ്ഞു പോകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. ഇതൊന്നുമല്ല എൻ്റെ വിഷയം. ഇതൊന്നുമല്ല. എന്നെ വിശ്വസിച്ച് എന്നെ ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ ഒരു പ്രയർ മീറ്റിംഗ് ഉണ്ട്, ഇന്റർനാഷണൽ ഡേഴ്സ് ബെർലിൻ. അദ്ദേഹത്തിന് അവിടെ നിന്ന് വന്ന ചില ദേവാസന്മാരുടെ ഉണ്ട്. അല്ലെങ്കിൽ സ്തോത്രം. പ്രിയ ഞങ്ങളുടെ തൊട്ടയൽവാസിയാണ് നമ്മുടെ അല്ലെങ്കിൽ സ്തോത്രം ICB പ്രവർത്തിക്കുന്ന സ്തോത്രം ക്ലെമൻസ് സാർ. അതായത് എല്ലാ ഓർത്തും കർത്താവിനെ സ്തുതി. ഒത്തിരി പേരെ എടുത്ത് പറയാനുണ്ട്. കാരണം അഭിഷിക്തന്മാരായി കർത്താവിന് വേലി നിൽക്കുന്ന അനേകം പ്രിയപ്പെട്ടവരാണ് ഇവര്. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. യഥാർത്ഥമായി ഞാൻ 79-ലാണ് രക്ഷിക്കപ്പെട്ടത്. ഞങ്ങൾ ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതാണ്. എൻ്റെ ഫാദർ ഒരു കൃഷിക്കാരനായിരുന്നു. ഞങ്ങൾ വലിയ പണക്കാരൊന്നുമല്ല. ഒത്തിരി ബുദ്ധിമുട്ട് സഹിച്ചു, ഒത്തിരി കഷ്ടം സഹിച്ചൊക്കെ എൻ്റെ പിതാവ് ഞങ്ങളെ വളർത്തിയെടുത്തതാണ്. അല്ലെങ്കിൽ സ്തോത്രം. ഞങ്ങൾ 5 മക്കളാണ്. 3 ആൺമക്കളും 2 പെൺമക്കളുമാണ്. അവരൊക്കെ ഒരുപാട് പ്രയാസങ്ങളിൽ കൂടെ മുന്നോട്ട് പോയി. എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ പിതാവിന് തുല്യമായി ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹമാണ് ഇവിടെ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മക്കളും എൻ്റെ സഹോദരൻ ബിജുവൊക്കെ അവരൊക്കെയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവിടുത്തെ ഞാനൊന്നും തന്നെ ശ്രദ്ധിച്ച് ചെയ്യുന്നില്ല. എൻ്റെ മോളെ പോകാൻ വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു. അവിടെ എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലാത്തൊന്നുമില്ല. കാരണം അവരെല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് വലിയ സന്തോഷം കണ്ടിരിക്കുന്ന ഗിഫ്റ്റും പോലും അവര് ബാബച്ചാനും അവരുടെ മക്കളും തന്നതാണ് ഇരിക്കുന്നത് പോലും. അല്ലെങ്കിൽ സ്തോത്രം. അവരധികം അനുഗ്രഹിക്കട്ടെ. ഇതൊന്നും പറഞ്ഞ് നമ്മൾ പുകഴേണ്ട ആവശ്യമില്ല, പ്രശംസിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രതിഫലം നൽകുന്നത് ദൈവമാണ്. അല്ലെങ്കിൽ വലങ്കൈ കൊടുക്കുന്ന ഒരിക്കലും ഇടങ്കൈ അറിയില്ലെന്നാണ് പറയുന്നത്. പക്ഷേ പറയേണ്ടത് ആവശ്യമായതുകൊണ്ട് ഞാനത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ഞാൻ പെട്ടെന്ന് ഞാൻ നിർത്തി അധികം സമയം എടുക്കത്തില്ല. 79-ൽ കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്നു. ഒരു സത്യവിശ്വാസിയായി സത്യാന്വേഷിയായി ജീവിച്ച വ്യക്തിയാണ്. എൻ്റെ പിതാവ് ഓർത്തഡോക്സിലായിരുന്നെങ്കിലും ഒരു സിനിമ കാണുന്ന പോലും പാവമാണെന്ന് പഠിപ്പിച്ച കൂട്ടത്തിലാണ് ഞങ്ങൾ. സ്തോത്രം. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസ്തരായി വിശുദ്ധിയോടെ നിർത്തിയ കുടുംബത്തിൽ വളർത്തപ്പെട്ടതാണ്. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം വീട് കിട്ടിയതൊന്നുമല്ല. കർത്താവ് ഞങ്ങളുടെ പാപം ക്ഷമിച്ചു. ഒരു ദൈവമക്കളായി ദൈവമായതിനായി കർത്താവിനെ സേവിപ്പാനും അതിലുപരിയായി കർത്താവിനെ വേല ചെയ്യുവാനും ഇടയായതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇത് പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രക്ഷകനായ കർത്താവിനെ നിങ്ങൾ ഉള്ളിൽ സ്വീകരിച്ചു. യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും പാപം ഏറ്റുപറഞ്ഞപേക്ഷിച്ച് കർത്താവിനോട് ജീവിക്കുവാൻ തുടങ്ങിയാൽ ദൈവം നമ്മളെ എല്ലാ നിലയിലും ശാരീരികമായും മാനസികമായും എല്ലാ നിലയിലും ദൈവം നമ്മളെ മാനിക്കും. അല്ലെങ്കിൽ അതേ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട സമയം മുതൽ ഉള്ളിൽ തീരുമാനം ആഗ്രഹമായിരുന്നു കർത്താവിന് വേല ചെയ്യണം. ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ചെയ്യുന്ന എന്നെ ചെറുപ്രായം അറിയുന്ന വിനുപ്രസുണ്ട്. അല്ലെങ്കിൽ സ്തോത്രം. ഞങ്ങളുടെ ജോലി ട്രാക്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അല്ല പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ല പറയാൻ. പിന്നെ ചില വാക്യങ്ങൾ വിളിച്ചു പറയും, പരസ്യവും നടത്തും. ഇത്രേ അറിയത്തുള്ളൂ. അതിന്റെ പരസ്യം നടത്തുമ്പോൾ ഇന്നത്തെ പോലെ പരസ്യമൊന്നുമല്ല. കുറെ വാക്യങ്ങൾ പറയാമെന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ കർത്താവ് അത് സ്വീകരിച്ചു, കർത്താവ് അംഗീകരിച്ചു. ആ വചനം കേട്ടവരൊക്കെ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ ദൈവമക്കളായി തീർന്നിട്ടുണ്ട്. അതുപോലെ കഥ പറയുന്നുമല്ല. ഇരിക്കുന്ന മോനച്ചാനും ഇട്ടിരിക്കുന്ന പളങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാം. അന്ന് പരസ്യവും നടത്തിയിടത്തൊക്കെ അല്ലെങ്കിൽ ഇന്ന് അവരെല്ലാം ദൈവമക്കളാണ്.
സ്വതന്ത്രം ഞാൻ പറഞ്ഞതൊന്നുമല്ല. പിന്നീടുള്ള കാലങ്ങളിൽ അനേകം വന്നു പിന്നെയും സുവിശേഷം പറഞ്ഞ് ആ വിത്ത് വീണ് അവർ യേശുവിനെ അറിയാൻ ഇടയായതാ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ യേശുവിന് വേണ്ടി ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ ഞാൻ വിശ്വാസത്തിൽ വന്ന സമയം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവിക അഭിഷേകം പ്രാപിച്ചു. അങ്ങനെ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന ആ സമയത്ത് അല്ലെങ്കിൽ സ്തോത്രം ഞങ്ങള് ആദ്യം രക്ഷിക്കപ്പെട്ട സമയത്ത് തൊട്ടഭാഗത്ത് ഒരു ചെറിയൊരു കൂടിവരവായിരുന്നു, IPC കൂടിവരവായിരുന്നു. അവിടുത്തെ ചില കാരണങ്ങൾ നിമിത്തം ആ ചർച്ചിലൊക്കെ ഒരുപാട് പ്രശ്നമുണ്ടായപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞാൽ ഞാനിപ്പോൾ ഓർക്കുന്നു. ഇവിടുത്തെ കുഞ്ഞുമോൻ ഫാദർ ബേബി എന്നാണ്, ബേബിച്ചാണെന്നാണ് പേര്. ബേബി നമ്മള് ഈ പള്ളിയൊക്കെ വിട്ട് ഈ സമുദായമൊക്കെ വിട്ട് ഈ പിഴിഞ്ഞ് പോന്നു കഴിഞ്ഞ് പിന്നെ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ആവശ്യമൊന്നുമില്ല, നമുക്കങ്ങ് മാറിയേക്കാം, അല്ലെങ്കിൽ ആരും വഴക്കൊന്നുണ്ടാകേണ്ട, നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ബേബിച്ച പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ തരാമെന്ന് പറഞ്ഞു. ചാണകം തെളിച്ച ഓല കെട്ടിയ വീട്ടിന്റെ കൊച്ചു വരാന്തയിൽ ഒരു പ്രാർത്ഥന തുടങ്ങി. അത് ബേബിച്ചാന്റെ അമ്മയുണ്ടായിരുന്നു, ഇവിടെ കിഴങ്ങുള്ളി അമ്മച്ചിയുണ്ട്, ഞങ്ങളുടെ അച്ഛനുണ്ട്, ഞങ്ങളുടെ കുടുംബം ആപ്രഭാവനമുണ്ട്. ഇത്രയും പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ കൂട്ടായ്മ വലിയ അനുഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ സ്തോത്രമായിരുന്നു 84 വിഷയമായി പറയുന്നത്. അപ്പോൾ പ്രാർത്ഥന നടത്തുവാൻ ഒരു ദിവസം ഉണ്ടാകും, അദ്ദേഹം വിട്ടിട്ടങ്ങ് പോയി. ഇവിടെ നിന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി. പിന്നീട് അല്ലെങ്കിൽ സ്തോത്രം ശുശ്രൂഷ ചെയ്യാൻ ആരുമില്ല വന്നപ്പോൾ പ്രിയ തങ്കച്ചാനും അമ്മാമയും അത് അറിഞ്ഞിട്ട് ഇവിടെ വന്നു ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ വടക്കേലെ തങ്കച്ചാന്റെ കാര്യമാണ് പോലീസ് അച്ചാൻ. അങ്ങനെയാണ് അവര് ഞങ്ങളെ കൂട്ടായ്മ ആചരിച്ച് ഇങ്ങനെ പോയി. അപ്പോൾ ശുശ്രൂഷ ചെയ്യാൻ ആരുമില്ല വന്നപ്പോൾ തങ്കച്ചാൻ പറഞ്ഞു, സമയം നീ ശുശ്രൂഷ ചെയ്യണം. അത് തങ്കച്ചാനാണ് തലയിൽ കൈവച്ച് ആദ്യമായി പ്രാർത്ഥിച്ചത്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, ഒരു ഉപദേശിയൊന്നുമല്ല. സ്വതന്ത്രം. കാരണം അദ്ദേഹം ഒരു അഭിഷിക്തനായിരുന്നു സത്യത്തിൽ. അന്ന് കർത്താവിന് വേല ചെയ്ത ആദ്യം സംഗീതം വായിച്ച ഒന്നും പറയാൻ അറിയത്തില്ലായിരുന്നു. വായിച്ച എന്തോ ഇരുന്നിരുന്നു. സ്വതന്ത്രം. നേരെ നോക്കി പറയാൻ പോലുള്ള തന്റെ ഇടമില്ലായിരുന്നു. പക്ഷെ കർത്താവ് അംഗീകരിച്ചു കേട്ടോ. അല്ലെങ്കിൽ സ്വതന്ത്രം. നമ്മുടേതായ ആ വലിയ ശ്രേഷ്ഠതയൊന്നുമല്ല, ആര് സമർപ്പിക്കപ്പെടുമോ അവരെ മാനിക്കുന്ന ദൈവം. തീർച്ചയായിട്ടും അങ്ങനെ കർത്താവിന്റെ വേല ചെയ്തു. അങ്ങനെ ചില മാസങ്ങളോളം ഇവിടെ കർത്താവിന്റെ ആരാധന നടന്നു ബേബിച്ചാന്റെ വീട്ടിൽ. അപ്പോൾ അവിടെ പ്രിയ അമ്മച്ചി പറഞ്ഞൊരു കാര്യമാണ്, ബേബിച്ചാന്റെ അമ്മച്ചി, ഇവിടെ നമുക്ക് ഈ ആരാധന കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം അടുത്തൊരു ചർച്ചൊക്കെ ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഇവിടുന്ന് ഈ വള്ളംകുളത്തോട് മാറ്റണം. അമ്മ പറഞ്ഞ 2 കാര്യമുണ്ട്. 2 പേര് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ആരാധന നമുക്ക് അങ്ങോട്ട് മാറ്റാം. കാരണം അവിടെ ആരാധന നടത്തി ഒരുപാട് പൊളിഞ്ഞു പോയതാണ് തങ്കച്ചാന്റെ വീട്ടിൽ. അവർ പേടിയാണ് ഇനി ആരാധന നടത്താൻ. അവർ തീരുമാനമെടുത്തു. വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞു. 2 കാര്യം പറഞ്ഞ് അത് നിറവേറുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്തോത്രം ഞങ്ങൾ ഈ ആരാധന ഞങ്ങളുടെ വീട്ടിൽ നടത്താമെന്ന് പറഞ്ഞു. ആ ഡിസംബർ മാസം 1984 ഡിസംബറിൽ അല്ലെങ്കിൽ തങ്കച്ചാനും മോൻ സ്നാനപ്പെട്ടു. കല്ലങ്കുന്നിലെ ലില്ലിക്കുട്ടമാമ പള്ളിയോട് ചേർന്നുള്ള വീടാണ്, ആ സഹോദരി സ്നാനപ്പെട്ടു. അങ്ങനെ 2 പേര് സ്നാനപ്പെട്ട ശേഷം വള്ളംകുളത്തോട്ട് ആരാധന മാറ്റുവാനിടയായി. സ്തോത്രം. അന്ന് ഇവിടെ വെച്ചെടുക്കുമ്പോൾ വേറൊരു കൂട്ടായ്മയാണെങ്കിലും വള്ളംകുളത്തോട് മാറ്റിയ ശേഷമാണ് ഒരു വള്ളംകുളം ചർച്ചവോടും പറഞ്ഞ് വള്ളംകുളം ചർച്ചവോടും ഒരു പേരിൽ ആ ആരാധന തുടങ്ങുവാനിടയായത്. അന്നും കലുമല അച്ചാന ബന്ധത്തിലാണ് തീർച്ചയായിട്ടും ആ മീറ്റിങ്ങുകളിൽ പോയി. എന്റെ വിവാഹം നടത്തിയ അച്ചാനാണ്. പലരുടെ വിവാഹം നടത്തുകയും പല കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്തതൊക്കെ അച്ചാനാണ്. അച്ചാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. സ്തോത്രം. പക്ഷെ കലുമല ബന്ധത്തിൽ അല്ലായിരുന്നു ആ കൂട്ടായ്മ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കൂട്ടായ്മ മുന്നോട്ട് പോകുന്ന ആ കാലഘട്ടത്തിൽ 84 ഞാൻ ശുശ്രൂഷനായിരിക്കുമ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്ന 87 ആയപ്പോൾ ഞാൻ തന്നെ വചനം പ്രസംഗിച്ചപ്പോൾ എന്നോട് തന്നെ ആത്മാവ് പറഞ്ഞു, അല്ലെങ്കിൽ നീ പൂർണ്ണമായി അന്നെനിക്ക് ജോലിയുണ്ട്, അതുവരെ നീ ജോലി വിട്ട് കർത്താവിന് വേല ചെയ്യണം. എന്റെ തീരുമാനം ജോലിയിലൂടെ കർത്താവിന് വേല ചെയ്താൽ മതി. ആരുടെയും വീട്ടിൽ പോയി 5 പൈസ വാങ്ങിക്കരുത്, നീ ഒരു ഉപദേശിയാണെന്ന് പറഞ്ഞ് അവിടെ നടന്ന് പൈസ വാങ്ങിക്കരുത്. ഇങ്ങനെയാണ് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത്. അല്ലെങ്കിൽ സ്തോത്രം. പക്ഷേ ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ പൂർണ്ണമായി കർത്താവിന്റെ വേലയ്ക്ക് ആക്കിയിരിക്കുന്നത്. വചനം പ്രസംഗിച്ചപ്പോൾ എന്നോട് തന്നെ ആത്മാവ് ഇടപെട്ടതാണ്. ആരും പ്രവാചകന്മാർ പറഞ്ഞല്ല, ചില ഉപദേശി പറഞ്ഞൊന്നുമല്ല. ഞാൻ പൂർണ്ണമായി അന്ന് രാത്രി തീരുമാനമെടുത്തു. തങ്കച്ചാന്റെ വീട്ടിൽ വെച്ച്, കർത്താവേ അങ്ങത് പറയുന്നെങ്കിൽ അങ്ങനെ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പക്ഷേ വലിയ 3 കാര്യം എനിക്ക് തരണം. 1 എനിക്ക് വണ്ടിക്കൂലി തരണം, 2 ആഹാരം തരണം, 3 വസ്ത്രം തരണം. ഇന്നത്തെ കാലത്ത് പറയാൻ കാരണം അതുപോലെ ബുദ്ധിമുട്ടാണ്, അതുപോലെ ഞെരുക്കമാണ്, അതുപോലെ പ്രയാസമാണ്. നല്ല വസ്ത്രം കൊടുക്കാൻ പക്ഷേ നിങ്ങൾ പറയുമ്പോൾ മനസ്സിലാകും പലർക്കും ഇരിക്കുന്നവർക്ക്. അത്ര ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ് കർത്താവിനോട് ചോദിച്ചത്. എന്നാൽ കർത്താവ് ചോദിച്ചത് മാത്രമല്ല തന്നത്, ചോദിച്ചതിൽ നിലച്ചിൽ അത്യന്തപരമായി കർത്താവ് നടത്തി. അങ്ങനെ 87 ഞാൻ ജോലി വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. കുറച്ച് നാളുകൾ മണക്കാലയിൽ ഞാൻ ദൈവത്തിന്റെ വചനം പഠിച്ചു. അതിനുശേഷമായ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, അതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട സമയത്ത് പറഞ്ഞു, ഞാൻ തലസ്ഥാന നഗരിയിലായിക്കൊന്ന് പറഞ്ഞു. തലസ്ഥാന നഗരി നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ,
കണ്ടിട്ടില്ല. ഏതാണെന്നില്ലാതെ ഇവർക്ക് ഡൽഹിയാണെന്ന് അറിയാമെന്നല്ലാതെ ഒന്നും അറിയത്തില്ല. അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. പക്ഷേ 91 ദൈവം എന്നെ അവിടെ അയക്കുവാനിടയായി. 28 വർഷം അവിടെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഇടയാക്കി. എൻ്റെ യോഗ്യത കൊണ്ടോ എൻ്റെ കഴിവുകൊണ്ടോ ഒന്നുമല്ല. ആരുടെ മുമ്പിൽ നേരെ ഒരു വാക്ക് പറയാൻ പോലും തുനിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നെ ഹല്ലേലൂയ സ്തോത്രം ഒരാളൊന്ന് അടിച്ചാൽ ഞാൻ നിന്നു കൊടുക്കും അടിച്ചോളെന്ന് പറഞ്ഞു. അതുപോലെ തിരിച്ചടിക്കാതെ എന്ന് പറഞ്ഞാൽ അതുപോലെ കഴിവില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ പാപ്പച്ചാൻ ഓർത്തുകൊണ്ടായിരിക്കും 5 പഠിക്കുമ്പോൾ കൂട്ടുകാർ കൂടി എന്നെ തല്ലി വരനൊക്കെ ഇടിച്ചു. കൂട്ടുകാർ കൂടി ആരോ വർദ്ധിച്ചെന്ന് പറഞ്ഞ് എന്നെ സോദരനെ ഇടിക്കുന്നത്. ഒരു തിരിച്ച് അല്ലെങ്കിൽ നടിക്കണമെന്നുള്ള ചിന്ത പോലും നമ്മളില്ലാത്തൊരു വ്യക്തിയായിരുന്നു. എന്നാൽ കർത്താവ് എന്നെ ഉപയോഗിച്ചു, കർത്താവ് എന്നെ നടത്തി. ഇന്ന് വരെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കർത്താവിന് വേല ചെയ്യുവാൻ 28 വർഷം നോർത്തിന്റെ കർത്താവിന് വേല ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവാത്മാവ് പറഞ്ഞതനുസരിച്ച് ഞാൻ ജോലി അവിടുത്തെ ശുശ്രൂഷ ഉപേക്ഷിക്കാനിടയായി തീർന്നു.